ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു വിശേഷത്തെ പറ്റി ആണ് പറയുന്നത്. പണ്ട് നടന്ന ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹമാണ് ഇന്നത്തെ രീതിയിലുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ പുതുക്കി പണിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു കാര്യത്തെപ്പറ്റിയാണ് പറയുന്നത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം. അതായത് പൈങ്കുനി ഉത്സവം നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് മാനം പൊഴിഞ്ഞത്. ബിംബങ്ങളെല്ലാം നനഞ്ഞു. മഴയത്ത് ശിവേലി എഴുന്നള്ളിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞ മഹാരാജാവ് അമ്പലത്തിനു ചുറ്റും ഒരു പുര നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ അത് അടുത്ത തുലാവുത്സവത്തിന് മുമ്പ് വേണം. അതായത് 6 മാസത്തിനകം കെട്ടി ഉയർത്തണം. മഹാരാജാവ് ആയിരക്കണക്കിന് തൊഴിലാളികളെ സമീപ പ്രദേശത്തു നിന്നുമെല്ലാം വിളിച്ചു വരുത്തി മേൽക്കൂര പണിയാനായിട്ട് തുടങ്ങി. 20 അടി പൊക്കത്തിൽ 365 കരിങ്കൽ തൂണുകളൊക്കെ നിർത്തി അതിൻ്റെ മുകളിൽ കരിങ്കൽ പാളികൾ കൊണ്ട് മേൽക്കൂര ഉണ്ടാക്കി ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ഭാഗം ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞു. ഉത്സവത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. പണിയെല്ലാം തീർന്നു കഴിഞ്ഞു. പക്ഷേ ഉത്സവം നടത്താൻ പറ്റില്ല. എന്താ കാര്യം? ചെത്തിയെടുത്ത കരിങ്കൽ കഷ്ണങ്ങളും ചീളുകളും കൊണ്ട് പരിസരം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഇത്രയും കരിങ്കല്ല് കൊണ്ടാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളെല്ലാം ക്ഷേത്രത്തിനകത്ത് നിറഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ രാജാവ് വന്നപ്പോൾ ഇനി എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഇതെല്ലാം വൃത്തിയാക്കുന്നത് എന്നുള്ള ഒരു ചിന്ത വന്നു. വൃത്തിയാക്കുവാൻ ദിവസങ്ങൾ വേണ്ടിവരും. ഇതറിഞ്ഞ മഹാരാജാവ് പരിസര പ്രദേശങ്ങളെല്ലാം വന്നു നോക്കി. അദ്ദേഹം തറ്റിനുമേലുടുത്തിരുന്ന പുളിയലക്കര മുണ്ടെടുത്ത് നിലത്ത് വിരിച്ച് കരിങ്കൽ കഷ്ണങ്ങൾ വാരി ഭാണ്ഡമാക്കി തലച്ചുമടായി മതിലിനു പുറത്ത് നിക്ഷേപിച്ചു. ഇത് കണ്ടു നിന്നവരിൽ ഇത് വലിയൊരു പ്രേരണയാണ് ഉണ്ടാക്കിയത്. ബൃഹത്തായ ശിവേലിപുര കെട്ടി ഉയർത്താൻ 6 മാസം മതിയായെങ്കിൽ വൃത്തിയാക്കാൻ എത്ര ദിവസം വേണ്ടിവരും? കൂട്ടായ പ്രവൃത്തിയിലൂടെ ശിവേലിപുര പെട്ടെന്ന് തന്നെ വൃത്തിയായി. അങ്ങനെ തുലാമാസത്തെ ശിവേലി ഉത്സവം നന്നായി നടന്നു. ഇതാണ് രാജാവിൻ്റെ പ്രവൃത്തി. ആ പ്രവൃത്തി കണ്ടു നിന്ന് മറ്റുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് ആ പ്രവൃത്തി ചെയ്തപ്പോൾ എത്ര പെട്ടെന്നാണ് അവിടെ വൃത്തിയായതില്ലേ. കാരണം ഈ 365 കരിങ്കല്ലുകൾ കൊണ്ടുവന്ന് ഇത്രയും വലിയൊരു ശിവേലിപ്പര ഉണ്ടാക്കാമെങ്കിൽ ഇത് വൃത്തിയാക്കാൻ എത്ര സമയം വേണം? അപ്പോൾ രാജാവ് തന്നെ അതിന് മുന്നിട്ടിറങ്ങിയപ്പോൾ മറ്റുള്ളവരെല്ലാവരും കൂടെ അത് ചെയ്ത് പെട്ടെന്ന് തന്നെ അത് ശരിയായി എന്നുള്ളതാണ് പറയുന്നത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര സമുച്ചയത്തിന് 7 ഏക്കറാണ് വിസ്തീർണമുള്ളത്. 4 ദിക്കുകളിലായി 4 നടകൾ. കിഴക്കേ നടയിൽ മാത്രം 7 നിലകളുള്ള ഗോപുരമാണുള്ളത്. അപ്പോൾ നമ്മൾ കാണുന്ന ആ ഗോപുരം, നിങ്ങൾ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഗോപുരത്തിന് 7 നിലകളാണ് ഉള്ളത്. ഗോപുരത്തിൻ്റെ അഗ്രഭാഗത്ത് വഞ്ചിയാണുള്ളത്. 7 സ്വർണ്ണ താഴികക്കുടങ്ങളും കാണാം. പണ്ട് വഞ്ചിനാട് എന്നാണ് ഇതിനെ അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ടാവാം ആ വഞ്ചിയുടെ രൂപത്തിൽ ആ മുകൾ ഭാഗം ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു ചെറിയ കാര്യമാണ് ഇന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ എല്ലാവരും ആ ക്ഷേത്രത്തെ പറ്റി പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഹരേ കൃഷ്ണ.